ഇന്ത്യയിൽ നമ്മൾ സമ്പത്തിന്റെ ദേവതയായ ലക്ഷ്മിയെ ആരാധിക്കുന്നു. ലക്ഷ്മി ദേവിയെക്കുറിച്ച് വേദങ്ങളിലും പുരാണങ്ങളിലുമെല്ലാം ധാരാളം പ്രതിപാദിച്ചിട്ടുണ്ട്. വേദങ്ങൾക്ക് ഏകദേശം 3000-ലധികം വർഷത്തിന്റെ പഴക്കമുണ്ടാകും, പുരാണങ്ങൾക്കോ 2000-ലധികവും. അതുകൊണ്ടുതന്നെ വേദങ്ങളും പുരാണങ്ങളും ഹിന്ദു വിജ്ഞാനത്തിന്റെ പ്രധാന ഉറവിടത്തെ പ്രതിനിധീകരിക്കുന്നു. വേദങ്ങളിൽ ലക്ഷ്മിയെ ശ്രീ എന്നാണ് പറയാറ്. വേദസ്തുതിഗീതങ്ങളിൽ ധ്യാനം, സ്വർണം, പശുക്കൾ, കുതിരകൾ, കുട്ടികൾ, പ്രശസ്തി, പ്രതാപം എന്നിവയ്ക്കായി ശ്രീ ആരാധിക്കപ്പെടുന്നു. പുരാണങ്ങളിൽ അവർ ഒരു പിടികൊടുക്കാത്ത ദൈവമാണ്. വിഷ്ണുവിനെ ഭർത്താവായി തിരഞ്ഞെടുത്ത ദേവന്മാരും അസുരന്മാരും രാക്ഷസന്മാരും യക്ഷന്മാരുമെല്ലാം അന്വേഷിക്കുന്ന ഒരു കഥാപാത്രം. ലക്ഷ്മിയുടെ വരവ് നല്ലതും ശുഭകരവുമായ എന്തോ സംഭവിക്കാനുള്ള സൂചനയായാണ് കണക്കാക്കപ്പെടുന്നത്. കാരണം അവർ അടുത്തുണ്ടെങ്കിൽ നാം സ്വർഗത്തിലാണ് എന്ന് സ്വയം തോന്നിപ്പോകും. അവരുടെ വിടവാങ്ങൽ നമ്മിലേക്ക് മോശവും അശുഭവുമായ സമയത്തെ കൊണ്ടുവരുന്നു. കാരണം അവർ നമ്മെ വിട്ടുപിരിയുമ്പോൾ നാം ദാരിദ്ര്യത്തിലേക്ക് കൂപ്പുകുത്തുന്നു, കടക്കിടയിൽ കുടുങ്ങുന്നു. രക്ഷപ്പെടാൻ ഒരു മാർഗവുമില്ലാതെ നാം നരകത്തിലാണ് എന്നൊരു പ്രതീതി പോലും നമുക്ക് ലഭിക്കുന്നു. എങ്കിലും നമ്മുടെ സുഹൃത്തുക്കളും ബന്ധുക്കളും എന്തിന് ഗുരുക്കന്മാർ